ഹലോ ഹായ് അസ്സലാമലൈക്കും. ഇന്ന് നമുക്കേ കോൺഫ്ലവറിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാലിൽ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കാം. അപ്പോൾ അത് തേങ്ങ ഞാൻ ചിരകി എടുക്കട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ മക്കളെ, നമുക്ക് തേങ്ങ എത്ര ഗ്ലാസ് ഉണ്ടെന്ന് അളന്നിട്ട് ഇടാം. ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത്തിരി വാനില എസൻസ് ഒക്കെ അതിൽ ഒഴിച്ചു കൊടുത്താൽ, ഏലക്കായ ഉണ്ടെങ്കിൽ ഏലക്കായ ഇട്ട് കൊടുക്കുക, ഇല്ല പറഞ്ഞാൽ ഇതിട്ട് കൊടുത്താലും ഏലക്കായ ഇട്ട് കൊടുത്താൽ, ഇല്ല പറഞ്ഞാൽ വാനില എസൻസ് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. വായിലിട്ടാൽ അലിഞ്ഞ് പോണ പോലെ ഉണ്ടാവും. 2.5 ഗ്ലാസ് ഉണ്ട്. 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടിച്ചെടുക്കണം. എന്നിട്ട് കുറുക്കുമ്പോൾ കാണിച്ചു തരാം. ഇതാട്ട് മക്കളെ, 2 ഗ്ലാസ് ഒഴിച്ചു. ഇനി 1/2 ഗ്ലാസും കൂടി ഇതിൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നമുക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ അരിപ്പ വെച്ചിട്ട് അതിൽ അരിക്കാം. ഇത് പിഴിഞ്ഞെടുത്തിട്ട് വരാം. ഇതാണ്ട മക്കളെ തേങ്ങാപ്പാൽ. ഇതങ്ങനെ. ഇനി ഇതിൽ നമുക്ക് കോൺഫ്ലവറിൻ്റെ പൊടി വേറൊരു പാത്രത്തിലിട്ടിട്ട് കലക്കണം. ഇതിൽ നമുക്ക് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1 2 3 4 സ്പൂണ്. ഇനി നമുക്ക് ഇതിന് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. കട്ട കുത്താത്ത രീതിയിൽ നമ്മൾ ഇളക്കി അതിനെ ഉണ്ടാക്കി കൊടുക്കണം. കട്ട കുത്താത്ത രീതിയിൽ ഇളക്കിയിട്ട് പിന്നെ നമുക്ക് ചട്ടി വെച്ചിട്ട് അതിൽ ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ? ഇങ്ങനെ പാടുള്ളൂ. ഈ തരത്തിലാക്കി എടുക്കണം. എന്നിട്ട് ചട്ടി ഒഴിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോഴേ നമുക്ക് ഇതിലേക്ക് ഒരു തുള്ളി വാനില എസൻസ് ഇല്ലേ, ഒരു 2 തുള്ളി ഇത് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങാപ്പാൽ അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഇത് കലക്കി വെച്ചിട്ടുണ്ടല്ലോ, കോൺഫ്ലവർ കലക്കി വെച്ചത് നമുക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. അടുപ്പ് കമ്മിയാക്കിയിട്ട് തന്നെ വെക്കണം, കൂട്ടി വെക്കരുത്. ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ചൂടായി വന്നിട്ടുണ്ട്. ഇത് കഴിച്ചാലില്ലേ പിന്നെയും നമുക്കിത് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ തോന്നും. അത് അത്രയ്ക്ക് ടേസ്റ്റാണത്. കുറച്ച് കൂട്ടി വെക്കാം. ഇത് ഒഴിച്ചിട്ട് കുറച്ച് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ ഇങ്ങനെ ഓരോരോ കട്ടായിട്ട് വരും. അപ്പോൾ നമുക്ക് അടുപ്പ് മെല്ലെ കമ്മിയാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഇളക്കിയിട്ട് അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം. അതിനിടയിൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഒരു മധുരം വേണമല്ലോ. ഒന്നിങ്ങനെ കുറുകി വരും. ഇത് എളുപ്പം കുറുകുമല്ലോ, കോൺഫ്ലവർ അല്ലേ, എളുപ്പം കുറുകി വരും. അതുകൊണ്ട് ഒന്ന് ഇങ്ങനെ കട്ടാകുമ്പോൾ ഞാൻ കാണിക്കാം. വേണ്ട മക്കളെ കട്ടക്കുത്തിന്. അപ്പം ഇനി അടുപ്പ് നമുക്ക് മെല്ലെ കമ്മിയാക്കാം. എന്നിട്ട് ഇപ്പം ഞാൻ ഫ്ലെയിം കമ്മിയാക്കിയിട്ട് വെച്ചിരിക്കുന്നത്, സിമ്മിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഒരുമാതിരി ഇത് ഒന്നും കൂടെ കുറുകിയ സമയത്ത് നമുക്ക് ഇതിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കാം. വായിലിട്ട് അങ്ങനെ അലിഞ്ഞു പോകും. അത്രക്കും ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി. അപ്പോഴും വെറുതെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും നമുക്ക്. അത്രയും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 2 3 4 സ്പൂണ് മതി. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് പാത്രത്തിൽ ഇത്തിരി നെയ്യ് പുരട്ടിയിട്ട് എടുത്ത് വെക്കണം. ഞാൻ വെച്ചില്ല, കുറുകട്ടെ പറഞ്ഞിട്ടിരുന്നു. അപ്പം കമ്മിയാക്കി വെച്ചിരിക്കുന്നു, ഫ്ലെയിം കൂട്ടിയിട്ടില്ല. പഞ്ചസാര കരിഞ്ഞു. ഇനി പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ഒഴിച്ചിട്ട് കട്ടാകണ വരെ ഇത് നോക്കാം. ഇത് പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഇതിങ്ങനെ കിണ്ണത്ത അപ്പം പോലെ ആയി വരും. അപ്പോൾ കാണിച്ചു തരാം. അപ്പം മക്കളെ നമുക്കേ പത്തിരി ഉണ്ടാക്കാം. കൈപ്പത്തിരി പറയുന്നിട്ടുണ്ടോ? കൈപ്പത്തിരി ഉണ്ടാക്കാം നമുക്ക്. ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം. ഇതാണ്ട 1.5 ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ച പീര അതിലിട്ട് കൊടുക്കുക.
അതിൽ പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത്, അതൊരു 5-6 ചെറിയ ഉള്ളി അത് അതിലിടുക. പിന്നെ പെരുംജീരകപ്പൊടി, ഇതാ 1/4 ടീസ്പൂൺ. ഒരു നുള്ളും കൂടി ഇട്ടു, ഗ്യാസ് ഇളകണ്ടാവറിട്ട്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് തിളക്കണ വരെ നോക്കാം. അപ്പോൾ നമുക്ക് തിളച്ചോ നോക്കാം. തിളച്ചിട്ടുണ്ട്. ഇനി പൊടി നമുക്ക് അളന്നിട്ട് നോക്കാം. കേട്ടോ, 1 ഗ്ലാസ് പൊടി. ഇതൊക്കെ തീരെ ഉള്ളൂ, എന്നുള്ളൂ പൊടി കടക്കട്ടെ. സെറ്റായിട്ട് കാണാം. ഇതാണ് മക്കളെ കൈപ്പത്തിരിക്ക് കുഴയ്ക്കണത്. നമുക്ക് കുറച്ചേ വേണ്ടുള്ളൂ, അതാണ് കുറച്ച് പൊടി. നിങ്ങൾക്ക് തോന്നെ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതലാക്കി എടുത്ത് ചുട്ട് കൊടുക്കുക. കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ അനുസരിച്ച് കുടുംബത്തിന് എണ്ണസംഖ്യ കൂടുതലുള്ളവർക്ക് പൊടി കൂടുതലെടുക്കുക. എന്നിട്ട് ഇതുമാതിരി വാട്ടിയിട്ട് പരത്തണ രീതി കാണിച്ചു തരാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കയ്യിലിട്ടിട്ട് കുറച്ച് നേരമൊക്കെ പരത്തും. പിന്നെ നമുക്ക് പത്തിരിപ്പലകല്ലേ, പത്തിരിപ്പലകയെ വെച്ചിട്ട് ഇങ്ങനെ കയ്യായിട്ട് ഇങ്ങനെ പരത്തി എടുക്കണം. ഒരുപാട് ടക്ക് നടക്കി. ഇനി ഇത് കുഴച്ച് നല്ല സെറ്റായതിന് ശേഷം കാണാം. ഇതാണ്ട മക്കളെ, അടുപ്പ് കത്തിക്കാൻ. അപ്പം അങ്ങോട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ഒരു ചത്തുണ്ട് കേട്ടോ. വേണ്ടോ കത്തണ ഇങ്ങനെ കത്തിപ്പിടിക്കണം. അങ്ങനെ ഓരോരോ കൊള്ളിയായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്താൽ കത്തിപ്പിടിക്കണ വരെ ഇങ്ങനെ ഇത് ചെറിയ കൊള്ളി വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞാൽ വലിയ കൊള്ളി വെച്ച് മണ്ണുള്ളത് വെച്ച് കൊടുത്താൽ നന്നായിട്ട് കത്തും അടുപ്പ്. വേണ്ട കത്തണം. അങ്ങനെയാണ് കത്തിക്കുക. അടുപ്പ് അങ്ങനെയുണ്ട് കത്തും. കുറേ നേരം കത്തി അങ്ങനെ കടന്ന് കത്തിക്കോളും. ഒന്നും ചെയ്യണ്ട. വളരെ കത്തി വണ്ണുള്ളത് ഇട്ട് കൊടുത്താൽ
വണ്ണുള്ള വർഗ്ഗമൊക്കെ കൊണ്ട് വെച്ചപ്പോൾ അങ്ങനെ കത്തിപ്പോകും. കണ്ടോ ചട്ടം കേൾക്കണം. അങ്ങനെ കത്തും. വേണ്ട മക്കളെ ഒരമ്പണ്. അങ്ങനെ കത്തും. കുറേ നേരം കത്തി പിന്നെ ഒരു കൊള്ളിയും കൂടെ നമ്മൾ കണ്ട ചത്തം കേൾക്കുന്നുണ്ട. ഇങ്ങനെ കത്തും. ഊന്നുണ്ട് കത്തി പിടിച്ചിട്ട് പിന്നെ കുറേ നേരം അങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ കത്തിയിട്ടേ വെള്ളം ചൂടാവും. അപ്പോൾ മക്കളെ ഇതാ ഒന്ന് പരത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചട്ടിയിലിടാം. ചട്ടി ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. 4 എണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഇതെങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടുക. ഇതാണ് മക്കളെ കൈപ്പത്തിരി. ഇങ്ങനെയാണ് പരത്തുക. അങ്ങനെ പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുത്ത കൈപ്പത്തിരി. എൻ്റെ ഉമ്മ എപ്പോഴും ഉണ്ടാക്കും. പാവം, ഞങ്ങൾ പൂതി പറഞ്ഞാൽ മതി മക്കളെ, ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഞങ്ങളുടെ ഉമ്മ പറഞ്ഞാൽ മതി. അതിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചത് തന്നെയാണ് ഇതൊക്കെ. എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ പരത്തിയിട്ട് അടുപ്പിൽ ചട്ടിയിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ തന്നെ കൈപ്പത്തിരി ഉണ്ടാക്കുക. കൈപ്പത്തിരി തിന്ന് നോക്കണം, ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ മക്കളെ. അതാണ് അതിൻ്റെ. മറ്റേ പത്തിരി നമ്മൾ എപ്പോഴും ഉണ്ടാക്കണല്ലേ. അങ്ങനെ ഉരുള പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുക. ഞങ്ങളുടെ ഇപ്പാൻ്റെ ഉമ്മ മുതൽ പിന്നെ ഞങ്ങളുടെ ഉമ്മാൻ്റെ കയ്യിൽ നിന്നൊക്കെ പഠിച്ചതാണ് ഇതൊക്കെ. എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ നിന്നും ഉമ്മാൻ്റെ കയ്യിൽ നിന്നൊക്കെ പഠിച്ചതാണ്. അവർ പഠിച്ചു, അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, കാണിച്ചും തന്നു. അപ്പം അതേമാതിരി ഞങ്ങളും ചെയ്ത് പഠിച്ചു. നിങ്ങളും ചെയ്ത് നോക്കുക. ചെയ്തിട്ടൊക്കെ കഴിച്ച് നോക്കി തിന്ന് നോക്കണം. ഇതിൽ തേങ്ങാപ്പാലാണ് മക്കളെ പ്രധാനം. ഇല്ലേ മക്കളെ, ഒത്തിരി മറിച്ചിട്ടു. അപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ആ ഭാഗം കൂടി ഒന്നിങ്ങനെ വെന്ത് വന്നാൽ ഒന്നിങ്ങോട്ട് ലേശം ഒന്ന് പൊള്ളച്ചാൽ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. മക്കളെ ഇതാണ്ട പൊള്ളക്കണ് കണ്ട. ഇതാണ് കൈപ്പത്തിരി. ഇത് ഇനി അതവിടെ കിടന്ന് വേകട്ടെ. അപ്പോൾ ഇത് മറിച്ചിടുക.
അത് വേകട്ടെ. ഇതാണ്ട മക്കളെ പൊള്ളച്ചിരിക്കുന്ന കണ്ട, ഇങ്ങനെ ഇരിക്കും. ഇതാണ്ട ഇങ്ങനെ പൊള്ളക്കണം. ഇങ്ങനെ പൊള്ളച്ചാലാണ് നമുക്ക് കൈപ്പത്തിരി ആകുള്ളൂ മക്കളെ. കൈപ്പത്തിരി നല്ലൊരു സാധനമാണ്. ഇതാണ്ട മക്കളെ പൊള്ളക്കണണ്ട. ഇതാണ് കൈപ്പത്തിരി. കണ്ട ഇങ്ങനെ പൊള്ളക്കണം. പൊള്ളക്കാണ്ടിരുന്നാൽ ഫുള്ള് വേകാത്ത മാതിരി ഉണ്ടാവും. ഇനി ഒന്നും കൂടെ ഉണ്ട്, അതും കൂടി ഇട്ടാൽ നമ്മളെ പണിയേവി. അപ്പോൾ അതവിടെ വേകട്ടെ. നമ്മൾ കുറച്ച് നേരത്തെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചില്ലേ, കിണ്ണത്തപ്പം. അത് വേണ്ട, ഇത് വേണ്ട മക്കളെ, കിണ്ണത്തപ്പം. അത് കിണ്ണത്തപ്പം കണ്ടില്ലേ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കൊട്ടിയെടുക്കാം. കത്തിയും കൊണ്ട് ഇങ്ങനെ അരികെ ഉരുത്തിയിട്ട് നമുക്ക് എടുക്കാം. മക്കളെ മുറിഞ്ഞു. അതാ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെയായി അത് മുറിഞ്ഞു പോയി. എന്തായാലും മുറിക്കാണ്ട് കഴിഞ്ഞു. അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് അയക്കുക. അത്രേ വേണ്ടുള്ളൂ. അസ്സലാമു അലൈക്കും.